എനിക്ക് ആണാണോന്നോ ഏത് വേണോ വിചാരിച്ചോ, ക്ലാപ്പ് മാത്രം കിട്ടിയാൽ മതി. അപ്പോ ഞാൻ ആദ്യം പാടാൻ പോകുന്നത് വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. നമ്മുടെ മലനാട് ഉച്ചാര പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. കാണാത്തവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കണ്ട അവിടെ ഒരു റൈഡിലൊക്കെ കയറിയിട്ട് ഞാനും ഇവിടെ നേരെ ഇനി ഉത്സവം കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തുക ഈ ഒരു പരിപാടി വെച്ചിട്ടാണ്. എങ്കിൽ ഇനി ലൈവായിട്ട് ആ പ്രോഗ്രാം മൊത്തം കണ്ടോ. സാധാരണ ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പരിപാടി ഉത്സവത്തിന് അവതരിപ്പിക്കുന്ന കാണുന്നത് കേട്ടോ. പണ്ട് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിലും കാര്യങ്ങളിലും ഒക്കെ എന്താണ് ഇങ്ങനെ ആൾക്കാർ വന്ന് പെർഫോം ചെയ്യുന്നതൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ ഒരു ലൈവ് പെർഫോമൻസ് ഇങ്ങനെ അടുത്ത് കാണുന്നത് കേട്ടോ. അപ്പം കുറച്ച് ആൾക്കാരുടെ ഒരു ടീമായിരുന്നു അവരെങ്കിലും അടിപൊളിയായിട്ട് ആണ് അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പെൺകുട്ടികളും ആണുങ്ങളും എല്ലാം അവരുടേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവർക്ക് ചുറ്റും ഇങ്ങനെ കൂടിയെന്ന് കാണുന്നുണ്ടായിരുന്നു. അതും അവർക്കൊരു പ്രോത്സാഹനമായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആൾക്കാർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർക്കൊരു പ്രോത്സാഹനം, നമുക്കൊരു സന്തോഷം. പിന്നെ അതുപോലെ തന്നെ താണ്ട് ഈ ഒരു തീയൊക്കെ വെച്ച് ഒരുപാട് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടുവെക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നിയത് ഇവർ കുട്ടികളെ ആരെയും ഈ ഒരു പരിപാടിക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം മുതിർന്ന ആൾക്കാരായിരുന്നു. സ്ത്രീകളായാലും ആണുങ്ങളായാലും എല്ലാവരും വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയിരുന്നു. അല്ലാതെ കുട്ടികളെ ആരും ഇവർ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. കാരണം ഈ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ വെയിറ്റ് ചവിട്ട് കൊള്ളുമ്പോൾ വേദന എടുക്കുന്നതാണൊക്കെ തോന്നുന്നു. അതേ കണക്കൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പം വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് തന്നെ മനസ്സിൽ തോന്നത്തല്ലേ കുറച്ച് നേരത്തെ ഒരു ഒരു പൈസയ്ക്കോ ഒരു ആഹാരത്തിനോ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതിന് കുട്ടികളെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കൊരു പോസിറ്റീവ് കാര്യമായിട്ട് തോന്നി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എല്ലാം ഇങ്ങനെ നടന്നിങ്ങനെ കാണുമായിരുന്നു ആ ഒരു പരിപാടി കണ്ടു കഴിഞ്ഞ്. ഇപ്പോൾ 1-2 കൊല്ലമായിട്ട് ഏത് ഉത്സവത്തിന് പോയാലും നോക്കി നടക്കുന്നൊരു സംഭവമാണ് ഇല്ല പേപ്പർ പറത്തുന്ന മെഷീൻ എന്ന് പറയുന്നത്. അത് ഞാൻ അവിടെ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് ഇനി അതിൻ്റെ കീഴിൽ പോയി നിൽക്കണം. അതിൻ്റെ ഇടയ്ക്കൊരു ചേട്ടൻ ഇവിടെ കുമ്പള പോകുന്നൊരു സംഭവം ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം കളിച്ച്.
കൂടെയൊക്കെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെണ്ടമേളത്തിൻ്റെ സെറ്റ് കണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിന്ന് ചെണ്ടമേളമൊക്കെ ആസ്വദിക്കാനായിട്ട് നിന്ന് കേട്ടോ. ഒരു ചെണ്ടയുടെ താളവും ആ കുതിരയുടെ ആ ഒരു ആട്ടമൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു മൂഡാണ് അവിടെ നമുക്ക് അമ്പലത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ വരണ്ടെന്ന് തീരുമാനിച്ചായിരുന്നു. കാരണം ഏട്ടൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ കുഴഞ്ഞല്ലേ വെറുതെ, അതുകൊണ്ട് വരണമെന്ന് കരുതുക. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായി പോയേനെ. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ ചേട്ടൻ്റെ ഇഞ്ചി മുട്ടായി വെക്കുന്നുണ്ട്, അതൊക്കെ മേടിച്ച് കഴിച്ചു. ഇഞ്ചി മുട്ടായിയൊക്കെ ഇപ്പം ഇത് കണക്ക് പാക്കറ്റിൽ പൊതിഞ്ഞൊക്കെയാണ് വരുന്നത് കേട്ടോ. പണ്ട് ഇങ്ങനൊന്നും അല്ലല്ലോ, ഒരു ജസ്റ്റ് എന്തോ ഒരു പ്ലാസ്റ്റിക് കവറിലോ എന്തോ ഒരു പേപ്പറോ ഒരു സാധനത്തിലൊക്കെ അല്ലേ പൊതിഞ്ഞല്ലേ ഇഞ്ചി മുട്ടായി വരുന്നത്. പണ്ട് ഉത്സവത്തിലൊക്കെ പരിപാടിക്കൊക്കെ രാത്രി പോകുമ്പോൾ മേടിച്ച് കഴിക്കുന്നതൊക്കെ ഒരു ഓർമ്മയുണ്ട് കേട്ടോ. ഇപ്പം പക്ഷേ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഇഞ്ചി മുട്ടായി തന്നെ കേട്ടോ. അങ്ങനെ ഇഞ്ചിമുട്ടയൊക്കെ കഴിച്ചിട്ട് ഞാൻ വീണ്ടും ഇല്ല മെഷീനിൽ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. നേരത്തെ പേപ്പർ നല്ലപോലെ തലയിൽ വീഴാത്തതുകൊണ്ട് അങ്ങനെ അതിൻ്റെ കീഴിൽ പോയി നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ തലയിൽ അത് വീണില്ല കേട്ടോ. അവിടെ ആണെങ്കിൽ ഫുൾ ആളും മറ്റേ കുതിരപ്പിടുത്തത്തിൻ്റെ ആൾക്കാരും എല്ലാം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ അടുത്ത് മാത്രമായിരുന്നു അത് വീണത്. ഇങ്ങോട്ട് വന്നത് ഇല്ലെങ്കിൽ സ്പോട്ടി പോലും വന്നില്ല. എനിക്കൊക്കെ സങ്കടമായി. അങ്ങനെ അത് തലയിൽ വീഴാത്തതിൻ്റെ സങ്കടം തീർക്കാൻ ഞങ്ങളൊരു സർബത്ത് അടിക്കാൻ പോയി. തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് നല്ല തണുത്തൊരു സോഡ സർബത്തായിരുന്നു ഞാൻ വാങ്ങിയത്. നല്ലതായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തും തണുപ്പിക്കാൻ തീർന്നു വരും. പക്ഷേ പുള്ളി നല്ലപോലെ ഐസൊക്കെ ഇട്ട് നല്ല തണുത്ത സോഡ സർബത്തായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കാരണം ഈ ഉത്സവപ്പറമ്പിൽ നിന്ന് നമുക്ക് ചെല്ലുമ്പോൾ നല്ല ഫ്രഷായിട്ട് തണുത്ത സാധനമൊക്കെ കിട്ടും, നല്ലതാണ്. പക്ഷെ രാത്രി 10-11 മണിക്ക് ഞങ്ങളവിടെ നിൽക്കുന്ന ഒരു 10 മണിക്കൊക്കെയാണ് കേട്ടോ. 10-11 മണിക്ക് എന്തോ ആയിരുന്നു. അങ്ങനെ ആ ടൈമിലൊക്കെ നല്ല തണുത്ത കിട്ടിയപ്പോഴത്തേക്ക് സമാധാനമായി. പിന്നെ ഞങ്ങൾ പരിപാടി കാണാൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് കരുതി. കാരണം ആൾക്കാരൊക്കെ നല്ല സ്ഥലം പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അടിപൊളി ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനുള്ള സ്ഥലം പിടിക്കാനുള്ള പോക്കാണിത്. അങ്ങനെ ഞങ്ങൾ ദാണ്ടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാനും ഏട്ടനോട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ പുറകിലെ സൈഡിലും എല്ലാം നല്ല ആളായിരുന്നു. അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഒന്ന് സ്ഥലം പിടിച്ചു. നേരത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, 10 മണിക്ക് എന്തോ ആയിരുന്നു പരിപാടി പറഞ്ഞിട്ടുള്ളത്. എന്നാലും 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പരിപാടി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഗാനമേള ആരുടെയൊക്കെ എന്താ ഇപ്പം പറയാം. നന്ദി അറിയിച്ചിട്ട് നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും നിറഞ്ഞ കൈയടിയും ഉണ്ടാകും പ്രോഗ്രാം തീരുന്നവരെ എന്ന പ്രതീക്ഷകൊണ്ട് ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ പോരുവഴി പെരുവിരുത്തി മലനടയിലെ മലക്കുട മഹോത്സവത്തിന്റെ സമാപന ദിനമായ ഇന്ന് മിഡ് നൈറ്റ് ഇവന്റ്സ് ഒരുക്കി ഓണം 2025 നമുക്കായിട്ട് ബോട്ട് ബാൻഡ് ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാരും റെഡിയാണെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ മലനട അമ്പലത്തിലെ ഗാനമേള സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇഷാന്ത് ദേവ് ചേട്ടൻ്റെയും ലക്ഷ്മി ജയനെയൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പാട്ടും അവരുടെ റീൽസൊക്കെ കണ്ടിട്ട് നല്ലപോലെ ആഗ്രഹിച്ചാണ് ഞാൻ. ഇഷാന്ത് ദേവ് ചേട്ടൻ്റെ മെലഡി പാട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോഴും റീലിടുമ്പോഴൊക്കെ നമ്മൾ പാട്ടെടുത്ത് നമ്മൾ അവരുടെയൊക്കെയാണ് ഇടാറുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ പാട്ട് നേരിട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ. ആദ്യമേ ഇഷാന്ത് ദേവ് ചേട്ടൻ്റെ ഒരു പാട്ടായിരുന്നു. പക്ഷെ അതൊരു ടിപ്പിക്കൽ മെലഡി ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പുള്ളി മെലഡിയൊക്കെ നല്ലപോലെ പാടി. ഇനി അടുത്ത ഇൻട്രോ കൊടുക്കുന്ന ആരുടെയെന്ന് വെച്ചാൽ ലക്ഷ്മി ജയൻ്റെ ഇൻട്രോ ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു കേട്ടോ ലക്ഷ്മി ജയൻ്റെ പാട്ട് കേൾക്കാൻ. ഇത്രയും ക്രൗഡിന്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്.
ഇവിടെ വന്നപ്പോ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ നിൽക്കുമ്പോ ശരിക്കും ഭാഗ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഈ ഒരു വേദിയിൽ വരാൻ പറ്റിയതില്. ലക്ഷ്മി ജയൻ്റെ പാട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ റീൽസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര എനർജി ഉള്ള അല്ലെങ്കിൽ ഭയങ്കര പവർ പാക്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആൾക്കാരൊക്കെ നല്ലപോലെ ചൊറയുന്നുണ്ട് കേട്ടോ. ആരാണ്ടൊക്കെ എന്തൊക്കെയോ അവിടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി അതിനൊക്കെ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു. ആണാണോന്നോ? ഏത് വേണോ വിചാരിച്ചോ, ക്ലാപ്പ് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം പാടാൻ പോകുന്നത് വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. ആണും പെണ്ണും കൂടെ ഉള്ള, അതായത് ഡുവറ്റ് ഞാൻ ഒറ്റയ്ക്ക് പാടും. പുള്ളിക്കാരുടെ ഒരു ക്ലാസിക് ഐറ്റം ഉണ്ടല്ലോ, മറ്റേ മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ഒരാൾ തന്നെ പാടുന്ന ഒരു പരിപാടി. അതായിരുന്നു ആദ്യം പാടിയത് കേട്ടോ. എനിക്ക് തോന്നിയത് പുള്ളിക്കാരി വേറെ ഏതോ പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് മറ്റേ ചേട്ടൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു പണി കൊടുക്കുന്ന രീതി പാടിയതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ ഒരു ഉത്സവം കഴിഞ്ഞ് കുറേ നെഗറ്റീവ് റീൽസും നെഗറ്റീവ് കമൻസും ഒക്കെ ഞാൻ ഈ വീഡിയോസിലൊക്കെ കണ്ടു. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാനൊരു സെലിബ്രിറ്റി മ്യൂസിക് ഷോ അല്ലെങ്കിൽ ഒരു ഗാനമേളയൊക്കെ കേൾക്കുന്നത് ആദ്യമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ജയന് നല്ല തകർപ്പൻ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇഷാൻ ദേവ് ചേട്ടൻ ഒരു മെലഡി സോങ്ങുമായിട്ട് വന്ന് അത് പൊള്ളിയായിരുന്നു കേട്ടോ. കടൽ കാറ്റും മുത്തങ്ങളിൽ കരൾ കുളിർത്താറോ മധുരമായി പാടും മനുഷ്യരായി കാറിൽ തേമഴയായി പാടും കാറ്റേ കടലേ കാറിൽ തേമഴയായി പാടും കാറ്റേ കടലേ ഒഴുകുന്ന കാലം മണമിതുനാമെന്നും പറയാതെ ഓർത്തിടുന്നു മഴയായി പാടുകാറ്റേ കടലേ കാറിൽ മഴയായി പാടുകാറ്റേ കടലേ. പിന്നെ അത് കഴിഞ്ഞ് അക്ബർ ഖാന്റെ പാട്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. तेरे बिना अब रह नहीं सकते, तेरे बिना क्या वजूद मेरा, तुझसे जुदा अगर हो जाएंगे तो मुझसे ही हो जाएंगे जुदा.
അങ്ങനെ ഞങ്ങൾ 3 പേരുടെയും പാട്ടൊക്കെ കേട്ടു. ഇത് കഴിഞ്ഞ് DJ സനയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണാൻ നിൽക്കാൻ പറ്റിയില്ല. കാരണം അപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. 12-1 മണി അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് വീട്ടിൽ പോകാമെന്ന്. കാരണം ഏട്ടന് പിറ്റേ ദിവസം ജോലിക്കൊക്കെ പോകണം. അതുകൊണ്ട് ഞങ്ങളൊരു 1 മണി ആയപ്പോഴാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും ഒക്കെ താണ്ട് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് വേറെ നമ്മൾ അധികം ഒന്നും കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു കരിക്കിൻ്റെ ഐസ്ക്രീം കൂടെ മേടിച്ച് കഴിക്കാമെന്ന്. ഇത് രാസമല്ലല്ലോ. ഒരുപാട് ഐസ്ക്രീം വണ്ടികൾ നമ്മൾ ഉത്സവത്തിന് പോകുമ്പോൾ കാണും. പക്ഷെ ഞാനാണെങ്കിൽ ലാസയുടെയും മിൽമയുടെയും ബോർഡുള്ളത് നോക്കി ചോദിക്കും, ചേട്ടാ ഇത് ലാസയാണോ മിൽമയാണോ ചോദിക്കും. അങ്ങനെ ചോദിച്ച് മേടിച്ചിട്ടും പറ്റിക്കപ്പെട്ടൊരു ദിവസമായിരുന്നു അന്ന് കേട്ടോ. പക്ഷേ ഏട്ടൻ പറഞ്ഞ മര്യാദയ്ക്ക് കഴിച്ചോണം, പൈസ കൊടുത്ത് മേടിച്ചാന്ന്. അങ്ങനെ ഞാനത് മാക്കം അടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരെ താണ്ട പോവാണ്. നമ്മുടെ വണ്ടി അമ്പലത്തിൻ്റെ അടുത്തൊന്നും അല്ലായിരുന്നു പാർക്ക് ചെയ്ത്, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഇനി അവിടം വരെ നടക്കണം. അങ്ങനെ അങ്ങോട്ട് നടന്നടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത വീടെത്തിയിട്ടുണ്ട്. നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോയപ്പോൾ നിറച്ച് വണ്ടി ഇരുന്ന സ്ഥലമാണ്. ഇപ്പം ഞങ്ങളുടെ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു. കാരണം അത്ര ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിൽ പോകണം. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നടക്കാൻ ഒത്തിരി ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് ഒത്തിരി നടക്കണം. പിന്നെ അവിടെ എല്ലാം നടന്ന് കാണണം. പിന്നെ തിരിച്ച് നടന്ന് വന്ന് വണ്ടി എടുക്കണം. അങ്ങനെ കുറേ നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദാണ്ട പുത്തൂരൊക്കെ എത്താറായി. നമ്മൾ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കടയെല്ലാം അടച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ മുക്കിൽ ലൈറ്റ് രാത്രി ഇങ്ങനെ കാണുന്നത്. കാരണം രാത്രി വെളിയിലൊന്നും ഇറങ്ങാറില്ലല്ലോ. അതിന് തൊട്ടടുത്ത് ഞങ്ങൾക്ക് പുതിയ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. അത് തെളിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മലനട ഉച്ചാര വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.